അപ്പൊ ഓണം എന്ന് പറയുന്നത് മഹാബലിയുടെ അല്ലാന്നാണോ നീ പറഞ്ഞത്? അവതാരപ്പിറവികളുടെ അവതാരമായ വാമനാണ് മഹാബലിനെ ചവിട്ടിത്താത്തിയത്. അപ്പൊ വാമനാണ് മാസ്. പിന്നെ അവന്റെ ഒരു വാമന ജയന്തി. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ പോവാ. പോടാ. ഓ, ഈ കലിയുഗത്തിന് എന്നെ രക്ഷിക്കണേ എന്റെ വാമനമൂർത്തി. ആരാ? മോം വാമനൻ. എന്നിട്ട് വാല് കണ്ടില്ലല്ലോ. വാല അല്ല, വാനരന്റെ വാലേ. വാനരനല്ല മൊണ്ണെ, വാമനൻ. ഓ, എന്റെ വാമനമൂർത്തി. ഇതെന്താ പ്രഭു ഈ കോസ്റ്റ്യൂമില്? നോമൊന്നും ന്യൂജം പിടിച്ചതാ. കൊള്ളാം. ഓണമായിട്ടേ ഈ കേരളത്തിൽ എല്ലാവർക്കും ആ മാവേലിനെ മതി. ഞാനില്ലായിരുന്നെങ്കിലേ യൂദാസില്ലാത്ത യേശുക്രിസ്തുവിന്റെ അവസ്ഥയാണ് ഈ മാവേലിക്ക്. അതുമല്ല, ഒരുത്തിനും ഓണവും ഉണ്ണൂല, ഓണക്കോടിയും കൊടുക്കൂല. അതെ പ്രഭു. ബൈ ദ ബൈ, നീ വിളിച്ചിട്ടാണ് നോം വന്നത്. പറ, ഞാൻ ആരെ ചവിട്ടിത്താത്തണ്ടേ? അയ്യോ, ആരെയും ചവിട്ടിത്താത്തൊന്നും വേണ്ട. രണ്ടുപേരെ ഒന്ന് തർക്കിച്ച് തോപ്പിച്ചാ മാത്രം. എടാ, ഇപ്പൊ ഈ ഊഞ്ഞാലും തുമ്പികളി ഒന്നും ഇല്ലല്ലേ? അത്തപ്പൂക്കളം വരെ റെഡിമേഡാ. ഓണസദ്യയാണ് ഇപ്പൊ ഹോട്ടലിൽ നിന്ന്. ആരാ അത്? നോം അസുര രാജാവിനെ ചവിട്ടിത്താത്തിയ വാമനൻ. രണ്ടുപേർക്കും ചരിത്രം വലിയ വശമില്ല അല്ലേ? പഴയ മുത്തശ്ശിക്കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എന്റെ മുത്തശ്ശി പറഞ്ഞ കഥയിലേ ഇയാൾക്ക് ഒരു റോളുണ്ട്. നാടിനും നാട്ടുകാർക്കും നല്ലത് ഇതാ മനുഷ്യനെ ചവിട്ടി താത്തുന്നല്ലോ താൻ. ഇവനെ അങ്ങ് ചവിട്ടിത്താത്തട്ടെ. ആ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഭൂമി തട്ടിയെടുക്കാൻ ഓരോ പൊട്ടക്കഥയായിട്ട് വന്നോളൂ. നിനക്കൊന്നും അപ്പൊ എന്നെ വിശ്വാസമില്ല അല്ലടാ? ഇവന്റെ കഥ നടക്കുന്നത് ഏത് നദീ തീരത്താ? പമ്പാ നദി തീരത്ത്. പമ്പയല്ലടാ, നർമ്മദാ നദി. അങ്ങ് നോർത്ത് ഇന്ത്യയിലെ പമ്പാ തീരത്തല്ലേ? അവിടെ ഞാൻ വേറെ ക്യാരക്ടറാ. അവിടെ ഞാൻ മോഹിനിയാ. ഈ പരശുരാമൻ ഉണ്ടാക്കിയ കേരളത്തിലെ അയ്യാക്ക് മുന്നേ വന്ന് താൻ എങ്ങനെയാ മണ്ണളന്നത്? പാരലൽ യൂണിവേഴ്സ് ആയിരിക്കും. പുല്ലന്മാരെ ചവിട്ടിത്താത്തിട്ട് തന്നെ ബാക്കി കാര്യം. എടോ, തന്റെ കഥയൊന്നും വിശ്വസനീയമേ അല്ല. അതും ഒരു നല്ലവനായ മനുഷ്യനെ ചവിട്ടി താത്തിയ കഥ. ചുമ്മാ നോക്കി നിൽക്കാതെ തർക്കിക്ക്, സ്കോർ ചെയ്യ്. സ്കോർ ചെയ്യാൻ അവന്മാർ എനിക്കൊരു സ്പേസ് ഉണ്ട്. ചുമ്മാ കുഴപ്പിക്കണ ചോദ്യം ചോദിച്ചോണ്ട്. അതുകൊണ്ട് താനൊന്നും ഞങ്ങളുടെ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നേയില്ല. ഇതൊക്കെ പറയാൻ താനാരാ? മാവേലിയാ? പൂക്കള്, കിളികള്, പുഴ, പാട്ട്, നല്ല കഥ, നല്ല ചോറും കൂട്ടാന്, നല്ലൊരു വീട്, അങ്ങനെ നല്ലതൊക്കെ എല്ലാവർക്കും ഇഷ്ടാ. ഈ തള്ള എന്നെ ഈ പറയുന്നേ? എന്താ പറഞ്ഞത് ശരിയല്ലേ? ഞങ്ങളുടെ മാവേലിനെ ആരും ചവിട്ടി താത്തിട്ടില്ല. ഓണമായാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും നന്മയുള്ളിടത്തെല്ലാം നമ്മുടെ മാവേലിയുണ്ട്. നല്ലതെല്ലാം നമുക്ക് മാവേലി, അത്ര തന്നെ. അവന്മാര് വാ തുറക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? പുല്ലു വിലയല്ലോടാ അവന്മാർ എനിക്ക് തന്നെ. പ്രഭു പൊട്ട കോപ്പ്. ചെന്ന വഴി രണ്ടിനെ അങ്ങ് ചവിട്ടി താത്തിയാ മതിയാ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവിടി ചിന്തും ചിന്തുണ്ടേ.